ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോഗോസ് ക്വിസ് 2024 ഏവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ദയവായി നിങ്ങൾ ഈ വചനഭാഗം പൂർണ്ണമായി കേൾക്കാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ്റെ ഗ്രന്ഥം 40-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോദ്യം 1. പ്രഭാഷകൻ്റെ ഗ്രന്ഥം 40-ാം അധ്യായത്തിലെ ശീർഷകം ഏതാണ്? മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ. ചോദ്യം 2. ആദത്തിൻ്റെ സന്തതികളുടെ മേൽ എന്താണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഭാരമുള്ള നുകം. വാക്യം 40:1. മനുഷ്യൻ്റെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ്? മരണദിനത്തെക്കുറിച്ച്. വാക്യം 40:2. 4. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്നവൻ വരെ എന്തിനെക്കുറിച്ചാണ് ആകുലനാകുന്നത്? മരണദിനത്തെക്കുറിച്ച്. വാക്യം 40:3. രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ എന്തിനെക്കുറിച്ചാണ് ആകുലനാകുന്നതെന്നാണ് പ്രഭാഷകൻ 40:4 പറയുന്നത്? മരണദിനത്തെക്കുറിച്ച്. 6. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവനും വിഭ്രാന്തി ഉളവാക്കുന്നു. കാരണം? മരണദിനത്തെക്കുറിച്ച് ഓർത്ത്. വാക്യം 40:5. ചോദ്യം 7. മരണഭീതിയുള്ളവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു. അവൻ എങ്ങനെ അസ്വസ്ഥനാകുന്നു? ദുസ്വപ്നങ്ങളാൽ. 40:6. 8. രക്ഷയോടടുക്കുമ്പോൾ ഞെട്ടി ഉണരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ. 40:7. 9. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നത് ആർക്ക്? മനുഷ്യനും മൃഗങ്ങൾക്കും. വാക്യം 40:7. 10. ഇവയെല്ലാം 7 ഇരട്ടിയായി സംഭവിക്കുന്നത് ആർക്ക്? പാപികൾക്ക്. വാക്യം 40:8. 11. ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത്? ദുഷ്ടർ നിമിത്തം. വാക്യം 40:10. 12. മണ്ണിൽ നിന്നും വന്നത് എവിടേക്ക് മടങ്ങുന്നു? മണ്ണിലേക്ക്. വാക്യം 40:11. 13. ജലത്തിൽ നിന്നും വന്നത് എവിടേക്ക് മടങ്ങുന്നു? ജലത്തിലേക്ക്. 14. എന്താണ് നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമെന്ന് പ്രഭാഷകൻ പറയുന്നത്? കൈക്കൂലിയും അനീതിയും. 15. എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത്? വിശ്വസ്തത. വാക്യം 40:2. 16. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എങ്ങനെ അപ്രത്യക്ഷമാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കുത്തൊഴുക്കുപോലെ. വാക്യം 40:13. 17. അന്യായം സമ്പാദ്യം എങ്ങനെ തകർന്നു പോകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഭയാനകമായ ഇടിമുഴക്കം പോലെ. വാക്യം 40:13. 18. ഔദാര്യശീലന് എന്താണ് ലഭിക്കുക? സന്തോഷം. പാപികൾക്ക് എന്താണ് സംഭവിക്കുക? നിശേഷം പരാജയപ്പെടും. വാക്യം 40:14. 20. ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി എന്തായിരിക്കും സംഭവിക്കുക? അധികം ശാഖ ചൂടുകയില്ല. വാക്യം 40:15. 21. ഏത് പുല്ലിനേക്കാൾ വേഗത്തിൽ പിഴുതെടുക്കാവുന്ന ചെടി? ജലാശയത്തിലോ നദീതീരത്തോ വളരുന്ന ഞാങ്കണ. വാക്യം 40:18. ആരെക്കുറിച്ചാണ് വെറും പാറയിൽ പടർന്ന ദുർബലങ്ങളായ വേരുകളാണെന്ന് പ്രഭാഷകൻ പറയുന്നത്? ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി. 22. ഏതാണ് അനുഗ്രഹത്തിൻ്റെ ആരാമമെന്ന് പ്രഭാഷകൻ 40:17 പറയുന്നത്? കാരുണ്യം. 23. എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത്? ദാനധർമ്മം. 24. സ്വയാശ്രയനും അധ്വാനപ്രിയനും ജീവിതം എങ്ങനെയുള്ളതാണ്? മധുരമാണ്. 25. സ്വയാശ്രയനേക്കാളും അധ്വാനപ്രിയനേക്കാളും ഭാഗ്യവാൻ ആരാണ്? നിധി ലഭിച്ചവൻ. 26. എന്താണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത്? സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. 27. ഒരുവന് സന്താനത്തെക്കാളും താൻ നിർമ്മിച്ച നഗരത്തെക്കാളും വിലമതിക്കുന്നത് എന്താണ്? നിഷ്കളങ്കയായ ഭാര്യ. വാക്യം 40:19. 28. എന്താണ് ഒരുവന് ഏറ്റവും ശ്രേഷ്ഠമായത്? ജ്ഞാനതൃഷ്ണ. വാക്യം 40:20. 29. കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമായതെന്താണ്?
ഇമ്പമുള്ള മനുഷ്യസ്വരം. 30. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമെന്താണ്? വയലിലെ ഇളം തളിരുകൾ. 31. എപ്പോഴും സാഹൃദാർഗരാരാണ്? സുഹൃത്തുക്കളോ സഹചാരികളോ? 32. ഏറ്റവും കൃത്യമായ സന്ദർശനം ആരുടേതാണ്? ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം. വാക്യം 40-23. 33. സുഭിക്ഷിതമായ അഭയം എന്താണ്? ദാനധർമ്മം. വാക്യം 40-24. 34. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു, എന്നാൽ ഇവയേക്കാൾ ശ്രേഷ്ഠമായതെന്താണ്? സദുപദേശം. വാക്യം 40-25. 36. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു, എന്നാൽ ഇവയേക്കാൾ അഭികാമ്യമായതെന്താണ്? ദൈവഭക്തി. വാക്യം 40-26. 37. എന്താണ് മനുഷ്യനെ ഏതു മഹത്വത്തേക്കാൾ നന്നായി ആവരണം ചെയ്യുന്നത്? ദൈവഭക്തി. വാക്യം 40-27. 38. എന്തിനേക്കാൾ ഭേദമാണ് മരണമെന്നാണ് പ്രഭാഷകൻ 40-28 പറയുന്നത്? ഭിക്ഷാടനത്തേക്കാൾ. 39. ബുദ്ധിമാനും സദുപദേശം ലഭിച്ചവനും ഒഴിവാക്കുന്നത് എന്താണ്? അന്യൻ്റെ ഭക്ഷണം. 40. നിർലജ്ജൻ്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിന് അത് അഗ്നി ജ്വലിക്കുകയാണ്. 30. അന്യരുടെ സഹായം തേടേണ്ട വരാത്തത് ആർക്കാണ്? ദൈവഭക്തന്. വാക്യം 40-30. താങ്ക്സ് ഫോർ വാച്ചിങ്.